മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ 5ാം സെമസ്റ്ററിൽ പഠിക്കുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഫൈനൽ റിവിഷൻ സെഷനാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നിലവിൽ നമ്മൾ S5 നമ്മൾ RIC എന്ന സബ്ജക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം നമ്മൾ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ബാക്കി ടോപ്പിക്സ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ജസ്റ്റ് സിലബസ് വൈസ് കണ്ടൻറ് എന്തെല്ലാം കാര്യങ്ങളാണെന്നൊന്ന് നോക്കാം. ഓരോ മൊഡ്യൂൾ വൈസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് അപ്ലൈ ദ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് സൈക്കിൾസ് ഫോർ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ റെഫ്രിജറൻറ്റ് സൈക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് മൊഡ്യൂൾ 1 പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയം മുതലേ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് M101 പറഞ്ഞിട്ടുള്ള എന്താണ്? ദ എബിലിറ്റി ടു ഡിഫൈൻ ടേംസ് റിലേറ്റഡ് ടു റെഫ്രിജറേഷൻ. ഈ റെഫ്രിജറേഷൻ എന്ന ടേമുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു പേപ്പറിൽ മൊഡ്യൂൾ 1 പഠിച്ചു തുടങ്ങുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ ആൻഡ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾസ്. അപ്പോൾ റെഫ്രിജറേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ള ഒരു ഏരിയയിലൂടെ റെഫ്രിജറേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈക്കിൾസ് ഏതെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എയർ റെഫ്രിജറേഷൻ. അപ്പോൾ ആ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ടൈപ്പാണ് എയർ റെഫ്രിജറേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ എയർ റെഫ്രിജറേഷനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. ദെൻ അതിൽ ഒരു ഫൈനൽ സെഷനിലേക്ക് പോകുന്ന സമയത്ത് എബിലിറ്റി ടു ഡിസോൾവ് ദ സിമ്പിൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ ഒരു സിമ്പിൾ പ്രോബ്ലംസ് നമ്മളിപ്പോൾ COP കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി, റെഫ്രിജറേഷൻ സൈക്കിൾസിൻ്റെതായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ശരി, അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിനകത്ത് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുന്നത് മൊഡ്യൂൾ 1 എന്നുള്ളത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എന്ന ടേമിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിനീഷൻസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സൈക്കിൾസ് ഏതൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബേസിക്സ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 2 ഐഡൻറ്റിഫൈ ദ ബേസിക് കോമ്പണൻസ് ഓഫ് ദ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ എക്സാം സ്റ്റഡിയിൽ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മൊഡ്യൂളിനും അപ്പോൾ നമ്മൾ ഒരു 75 മാർക്കാണ് നമ്മൾ എഴുതേണ്ടത് എങ്കിൽ കൂടി 123 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഓർ ക്വസ്റ്റ്യനൊക്കെ അടക്കം 123 മാർക്കാണ്. അപ്പോൾ ഈ 123 മാർക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിനും ഒരു വെയിറ്റേജ് കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ ആ 123/4, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ചില മൊഡ്യൂൾസിന് എന്ത് ചെയ്യാറുണ്ട്, ഒരു കുറച്ച് അധികം മാർക്കും ചില മൊഡ്യൂൾസിന് കുറച്ച് കുറവ് മാർക്കും വരാറുണ്ട്. എങ്കിൽ കൂടി ഒരു ആവറേജ് ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 മാർക്സ് നിയർലി 30 മാർക്സ് ഓരോ മൊഡ്യൂളിനും കവറേജ് കിട്ടുന്ന രീതിയിലായിരിക്കും ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആ ബേസിക്സ് പഠിച്ചാൽ തന്നെ നമുക്ക് നിയർലി 30, അപ്പോൾ 30 ചില വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 25-27 വരെ വരാറുണ്ട്. പിന്നെ അതേപോലെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് 30 എന്ന് 32, 33 വരെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില വർഷങ്ങളിലൊരു വേരിയേഷൻ വരാറുണ്ട് എന്നുള്ളത് കൂടാതെ, അപ്പോൾ നമുക്ക് ആ ഒരു ആവറേജ് ലെവൽ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിയർലി 30 മാർക്സ് നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ദ റെഫ്രിജറേഷൻ സിസ്റ്റം, ബേസിക് കമ്പണൻസ് അപ്പോൾ ഏതാണ് VCR, വേപ്പർ കംപ്രഷൻ ആൻഡ് VAR അഥവാ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റംസ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ 2 സിസ്റ്റംസാണ് നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ്?
VCR പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ VAR. അപ്പോൾ VCR എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷനാണ്. VAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷനാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം വിത്ത് PHTS ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഒരു PHTS ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി VCR സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ആ എഫക്റ്റ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് അണ്ടർ കൂളിംഗ് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു VCR സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രധാനമായിട്ടും എന്തെല്ലാം എഫക്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഓവർ ആൻ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻറ്റ്. അപ്പോൾ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന സംഭവം കണ്ടൻറ്റ് എന്താണ്, അതിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തെല്ലാമാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, അപ്പോൾ VCR, VAR കൂടാതെ റെഫ്രിജറൻസ് അല്ലെ, റെഫ്രിജറൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് പഠിക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലാണ്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റെഫ്രിജറേഷൻ്റെ ബേസിക്സ് പറഞ്ഞു, രണ്ടാമത്തെ മൊഡ്യൂളിൽ VCR, VAR, റെഫ്രിജറൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൽ വരുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ദ വേരിയസ് കമ്പണൻസ് ഓഫ് എ റെഫ്രിജറേഷൻ സിസ്റ്റം ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസിനെ പറ്റിയിട്ടാണ് അല്ലേ, കോമ്പണൻസ് ഓഫ് എ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, അപ്പോൾ നമ്മളൊരു VCR എന്നുള്ള ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ അല്ലേ, അപ്പോൾ VCR എന്ന റെഫ്രിജറേഷൻ സിസ്റ്റം എടുത്താൽ നമുക്കറിയാം കംപ്രസർ വരുന്നുണ്ട്, അതിൻ്റെ എലമെൻ്റായിട്ട് കംപ്രസർ വരുന്നുണ്ട്, അതേപോലെ തന്നെ കണ്ടൻസർ വരുന്നുണ്ട്, ദെൻ എക്സ്പാൻഷൻ ഡിവൈസ് വരുന്നുണ്ട്, ദെൻ ഇവാപ്പറേറ്റർ വരുന്നുണ്ട്. അപ്പോൾ 4 പ്രിൻസിപ്പൽ കമ്പണൻസ് എന്ന് നമുക്ക് പറയാവുന്ന VCRൻ്റെ 4 കമ്പണൻസ്. ആ കമ്പണൻസിൻ്റെ ടൈപ്സിനെ കുറിച്ച് അപ്പോൾ ഓരോന്നും നോക്കുന്ന സമയത്ത് M301 നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കുന്നത്. ദെൻ 02 നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ 03 നോക്കുന്ന സമയത്ത് ഇവാപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോ കൺട്രോൾ കമ്പോണൻസിനെ കുറിച്ചാണ് അടുത്തത്, എക്സ്പാൻഷൻ ഡിവൈസുകളെ കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആണ്, ഇൻഡസ്ട്രിയൽ ആണ്. ഈ ഡൊമസ്റ്റിക് ആണെങ്കിൽ തന്നെ ഏതെല്ലാം രീതിയിൽ അല്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് നമ്മൾ 306 പഠിക്കുന്നത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ക്രയോജനിക്സ് എന്നുള്ളൊരു ടേമാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇത് ഓരോന്നും. അപ്പോൾ ഈ ടൈപ്സ് പഠിക്കുന്നതുകൊണ്ടും തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു കംപ്രസർ ആയിരിക്കില്ല നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീസറിലോ കൂളറിലോ യൂസ് ചെയ്യുന്നത് അല്ലേ. റെഫ്രിജറേഷനാണ് നമ്മളുടെ പർപ്പസ് എങ്കിൽ കൂടി അതിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ പർപ്പസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടണ്ണേജിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് കംപ്രസേഴ്സിലൊക്കെ. അപ്പോൾ ഇത് ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പണൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ മൊഡ്യൂളിൽ വരുന്ന സമയത്ത് നാലാമത്തെ മൊഡ്യൂളിൽ എന്താണ്, കറക്റ്റായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, എയർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഈ 3 മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചത് റെഫ്രിജറേഷൻ ആണെങ്കിൽ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർ കണ്ടീഷനിങ് എന്ന കോൺസെപ്റ്റാണ്. അപ്ലൈ ദ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്രോമെട്രി അല്ലേ, സൈക്രോമെട്രി എന്നുള്ള ഒരു എലമെൻറ്റ്. അപ്പോൾ ആ സൈക്രോമെട്രി എന്ന എലമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതും അതേപോലെ തന്നെ സൈക്രോമെട്രിക് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നത് ആൻഡ് എയർ കണ്ടീഷനിങ് കാൽക്കുലേറ്റിംഗ്
ലോഡ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് 4ാമത്തെ മൊഡ്യൂളിലാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്? ഫസ്റ്റ് M401 ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു സൈക്രോമെട്രി. സൈക്രോമെട്രി എന്നൊരു ടേമിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്തെല്ലാമാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സൈക്രോമെട്രിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് 4ാമത്തെ മൊഡ്യൂളിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ തെർമലായിട്ടുള്ള അല്ലെങ്കിൽ ഹീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തെർമോഡൈനാമിക് സ്റ്റഡിയാണ്. അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ടൈപ്പ് ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹൈഡ്രോളിക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ എയർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിന് നമ്മൾ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ മോയ്സ്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന, അതിൻ്റെ പ്രോപ്പർട്ടി ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡാണ് സൈക്രോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്രോമെട്രി നമ്മൾ എയർ കണ്ടീഷനുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സൈക്രോമെട്രി എന്ന പോർഷൻ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ദെൻ എബിലിറ്റി ടു സോൾവ് ദ സിമ്പിൾ പ്രോബ്ലംസ് യൂസിങ് സൈക്രോമെട്രിക് ചാർട്ട്. അപ്പോൾ സൈക്രോമെട്രിക് ചാർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സൈക്രോമെട്രിക് ചാർട്ടിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് തരം സൈക്രോമെട്രിക് ടേംസ് അത് ഒറ്റ ചാർട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസിനെ ഒരുമിച്ച് വരയ്ക്കുന്ന ചാർട്ടാണ് സൈക്രോമെട്രിക് ചാർട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൈക്രോമെട്രിക് ചാർട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസും നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ദെൻ 403 എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എഫക്റ്റിംഗ് ഹ്യൂമൻ കംഫേർട്ട് അല്ലെ, ഹ്യൂമൻ കംഫേർട്ട് ആൻഡ് കംഫേർട്ട് ചാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ 04 സംബന്ധിച്ച് നോക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് ഇൻഡസ്ട്രിയൽ എന്താണ്, കംഫേർട്ട് എന്താണ്, യൂണിറ്റർ എന്താണ്, സെൻട്രൽ എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാതെ പർപ്പസിനനുസരിച്ച് നമ്മൾ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ സമ്മർ, വിൻ്റർ, ഇയർ റൗണ്ട് തുടങ്ങിയുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. കൂടാതെ ഡിസൈൻ ആൻഡ് ലോഡ് എസ്റ്റിമേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് നമ്മൾ പഠിക്കുന്നതും 4ാമത്തെ മൊഡ്യൂളിലാണ്. ദെൻ ലാസ്റ്റ് എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു RAC എന്ന ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ, ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോബ് സാധ്യത കിടക്കുന്നൊരു ഫീൽഡാണ് HVAC എന്നുള്ളത് അല്ലേ, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ അതെന്താണ് HVAC എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളും, അപ്പോൾ അത്തരത്തിലൊരു ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊരു അറിവും കൂടെ കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു RACയിലെ 4ാമത്തെ മൊഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെറും 4ാമത്തെ മൊഡ്യൂൾ പഠിച്ചുകൊണ്ട് മാത്രം അതിലേക്ക് എത്തുന്നില്ല. നമ്മൾ 1 by 1 ആയിട്ട് റെഫ്രിജറേഷൻ എന്താണെന്ന് തുടങ്ങി, റെഫ്രിജറേഷൻ്റെ ഒരു എലമെൻറ്റിലേക്കാണ് എയർ കണ്ടീഷനിങ് എത്തിയിട്ടുള്ളത്. ആ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു പൊസിഷനാണ് HVAC എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഈ 4 മൊഡ്യൂളിൽ നിന്നായിട്ട് പഠിച്ചെടുക്കാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും തന്നെ ഇതിൽ നിന്നും പലതവണ ആവർത്തിച്ചുകൊണ്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഈ 4 മൊഡ്യൂളിൻ്റെ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ 4 മൊഡ്യൂളിൽ 1ാമത്തെയും 4ാമത്തെയും മൊഡ്യൂളിലാണ് പ്രധാനമായിട്ടും പ്രോബ്ലംസ് കയറി വന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സൈഡ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള 2, 3 മൊഡ്യൂളുകൾ തീർത്തും തിയററ്റിക്കൽ മൊഡ്യൂളുകളാണ്. അപ്പോൾ ഇതിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പ്രധാനമായിട്ടും
വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ COP കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സുകളിൽ വരുന്ന ആ ഒരു പ്രോബ്ലമാറ്റിക് സൈഡുകളാണ് വന്നുള്ളത്. എന്നാൽ 4ാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈക്രോമെട്രി അതേപോലെ തന്നെ ലോഡ് എസ്റ്റിമേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലമാറ്റിക് സൈഡാണുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോബ്ലമാറ്റിക് സൈഡ് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ അതിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പ്രോബ്ലം എന്നുള്ളത് നമുക്കൊരു മാക്സിമം 30-35% ഉള്ളിലേ വരുന്നുള്ളൂ മാക്സിമം. അപ്പോൾ ബാക്കി 60 അല്ലെങ്കിൽ 70% തിയററ്റിക്കലാണ് നമ്മുടെ RAC എന്ന സബ്ജക്റ്റ് എക്സാം വരാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഡെയിലി ചെയ്തു പോയാൽ മതി. നിങ്ങൾ പാസ്സാവുക എന്നുള്ളതിലുപരി നല്ല സ്കോറിലേക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പ്രോബ്ലംസ് കൂടെ നോക്കണം. ബാക്കി നമുക്ക് ജസ്റ്റ് ഒരു 70%ഓടുകൂടി പാസ്സാവണം എന്നാണെങ്കിൽ നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേപ്പർ പാസ്സാവാൻ കഴിയും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല ആൾക്കാരും പ്രോബ്ലമാറ്റിക് പേപ്പറാണ് എന്ന രീതിയിൽ വിട്ട് കളയാറുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഒരു കാര്യം ആദ്യം തന്നെ പറയുന്നത്. നമ്മളെന്തായാലും എക്സാമിനോട് അടുത്തൊരു സമയമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ധാരണ കൂടെ ഉള്ളിൽ വയ്ക്കുക. ഓക്കെ. പ്രോബ്ലമായിട്ടും അതേപോലെ തന്നെ തിയറി ആയിട്ടൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ COP ഓഫ് എ റെഫ്രിജറേറ്റർ. അപ്പോൾ COP എന്ന ടേം എന്താണ് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ഈ ഒരു തിയറി കൺസെപ്റ്റ് മനസ്സിലായ ഒരാൾക്ക് അതിൻ്റെ പ്രോബ്ലമാറ്റിക് സൈഡിലേക്കും പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഒരു തിയറി മനസ്സിലാക്കണം. ദ പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ COP എന്നുള്ളതിൻ്റെ ഫുൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. COP എന്നുള്ളതിൻ്റെ ഫുൾ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ എഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു ടേമിന് പകരം റെഫ്രിജറേഷൻ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു എയർ കണ്ടീഷനിങ് സൈഡിലൊക്കെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് COP എന്നുള്ള ടേമാണ്. അപ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ അതിൻ്റെ ഡെഫിനിഷൻസ് വരാറുണ്ട്. കൃത്യമായിട്ട് തന്നെ ഏതെങ്കിലും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ COP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ of the heat absorbed by the refrigerant while passing through the evaporator to the work input required to the compressor. അപ്പോൾ നമ്മൾ എത്രത്തോളം റെഫ്രിജറേഷൻ എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ എത്രത്തോളം വർക്ക് കിട്ടുന്നുണ്ട് അല്ലേ എന്നുള്ള കാര്യങ്ങളെ വെച്ച് പറയുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ COP എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇക്വേഷൻ വൈസ് എഴുതുന്ന സമയത്ത് COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, RN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ് അല്ലേ RN എന്ന് പറഞ്ഞത്. ഇനി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇൻപുട്ട് ടു ദ റെഫ്രിജറേറ്റർ ആണ്. അപ്പോൾ ഈ ഒരു COP ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് COP ഇസ് ഈക്വൽ ടു RN/W എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ RN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ നെറ്റ് റെഫ്രിജറേഷൻ എഫക്റ്റും W എന്ന് പറയുന്നത് വർക്ക് ഇൻപുട്ടും ആണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. അപ്പോൾ അതിൽ വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേറ്റീവ് COP. ഈ റിലേറ്റീവ് COP എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ COP ബൈ തിയററ്റിക്കൽ COP എന്നുള്ളതാണ് അതിൻ്റെ ടേം. ഓക്കെ. അപ്പോൾ ആക്ച്വൽ ബൈ തിയററ്റിക്കൽ ആണ് റിലേറ്റീവ് COP എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ COP എന്ന കോൺസെപ്റ്റ് ദ റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രോബ്ലം സൈഡിലും വരാറുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് തിയറി ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതിന് 7 മാർക്കിനാണെങ്കിലും ശരി 3 മാർക്കിനാണെങ്കിലും അതേപോലെ തന്നെ 1 മാർക്കിനും ഇതിൻ്റെ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ടിലായിട്ടും വരാറുണ്ട്, A പാർട്ടിലായിട്ടും വരാറുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് COP. അപ്പോൾ നമ്മൾ റെഫ്രിജറേഷൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് COP എന്നുള്ള ടേം. അപ്പോൾ അതിൽ ഒന്നുകിൽ തിയറി ബേസിലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എയർ റെഫ്രിജറേഷൻ. ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷനും അതേപോലെ തന്നെ റെഫ്രിജറേഷൻ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നതാണ് എയർ റെഫ്രിജറേഷൻ എന്നുള്ള സിസ്റ്റം. അപ്പോൾ ഈ എയർ റെഫ്രിജറേഷൻ്റെ കേസിൽ 2 തരത്തിലാണ്, 2 ടൈപ്പാണ് എയർ റെഫ്രിജറേഷൻ കിടക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷനും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്ലോസ്ഡ് സിസ്റ്റവും വരുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു ഓപ്പൺ സിസ്റ്റവും ക്ലോസ്ഡ് സിസ്റ്റവും തമ്മിലുള്ള മാറ്റം എന്താണ്? അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇൻ ഓപ്പൺ സിസ്റ്റം ഓഫ് റെഫ്രിജറേഷൻ, പ്രൊഡക്ട്സ് പ്ലേസ്ഡ് ഇൻ കോൾഡ് ചേംബർ ആർ ഡയറക്ട്ലി എക്സ്പോസ്ഡ് ടു ദ റെഫ്രിജറൻറ്റ്. എയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് എന്ന് മനസ്സിലാക്കുക. എയർ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും തന്നെ നമ്മളതിന് പറയുന്ന പേരാണ് എയർ റെഫ്രിജറേഷൻ. ദെൻ ഓപ്പൺ സിസ്റ്റത്തിലാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്തിരിക്കുന്നത് കോൾഡ് ചാമ്പറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന ആ ഒരു റെഫ്രിജറൻറ്റിനെ ഡയറക്റ്റ്ലി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കോൾഡ് ചേമ്പർ ഉണ്ട്, ഓക്കെ, ഒരു കോൾഡ് ചേമ്പർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിറയെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ഫ്രീസറിനകത്ത് ഒരു നിറയെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ 2 പാത്ത്, ഒരു ഇന്നും ഒരു ഔട്ടും അല്ലേ, ഇപ്പോൾ ഒരു ഇന്ന് കൊടുത്തിട്ടുണ്ട്, ദെൻ ഒരു ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് റെഫ്രിജറൻ്റ് ആണ്, അതായത് നമ്മളുടെ തണുത്ത് വരുന്ന റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ എക്സ്പാൻഷൻ ഡിവൈസ് കഴിഞ്ഞ് തണുത്ത് വരുന്ന ആ ഒരു റെഫ്രിജറൻ്റ് ഡയറക്റ്റ്ലി റെഫ്രിജറൻ്റ് എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ മേലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? തണുക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡെൻസ്ഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയറക്റ്റായിട്ട് റെഫ്രിജറൻറ്റ് വന്നിട്ട് പ്രൊഡക്ട്സിൻ്റെ മേലെ എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ദർ വിൽ ബി എ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ കോൾഡ് എയർ ആൻഡ് ദ പ്രൊഡക്ട്സ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്? എയർ വന്ന് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് ദ സ്പേസ് ഇറ്റ് സെൽഫ് ടു ബി കോൾഡ്, ദ എയർ ഈസ് സിംപ്ലി ലെറ്റ് ഇൻ ടു ദ സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വരുന്ന എയറാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി മൊത്തത്തിൽ തണുപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കി ഇതിൽ നിന്നും പോകുന്ന ഹീറ്റ് എന്താണ്? ഇപ്പുറത്തെ സൈഡിൽ എസ്കേപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇതിലുള്ളൊരു വിഷയം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇൻ ഓപ്പൺ സിസ്റ്റം ദ മോയ്സ്ചർ ഫ്രം ദ സ്പേസ് മേ ബി ഫ്രീസ് അറ്റ് 0 degree. അപ്പോൾ ഇതിനകത്ത് നിന്ന് മോയ്സ്ചർ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഫ്രീസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് വുഡ് ബ്ലോക്ക് ദ പൈപ്പിംഗ് ആൻഡ് ചോക്ക് ദ വാൾസ് ഓഫ് കംപ്രസർ. കംപ്രസറിൻ്റെ വാൽവിന് പൈപ്പിംഗ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ചോക്കിങ് ഉണ്ടാവാനൊക്കെ, അപ്പോൾ പൈപ്പിങ്ങിൽ ബ്ലോക്ക് വരുത്താനോ അല്ലെങ്കിൽ കംപ്രസറിൻ്റെ വാൽവുകളിൽ സ്റ്റക്കാക്കി കളയാനൊക്കെ എന്തിന് ചാൻസ് ഉണ്ട്? ഇത്തരത്തിൽ ഓപ്പൺ സിസ്റ്റത്തിൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻ ദി സിസ്റ്റം എയർ ക്യാൻ ബി expanded down only up to atmospheric pressure at least. ഇത് മാക്സിമം അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിസ്റ്റത്തിൻ്റെ പ്രഷർ ഡൗൺ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയർ വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നതും അതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ COP ലെവൽ വരുന്നതും അതിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് എന്തെന്ന് മനസ്സിലാക്കുന്നു. ഓപ്പണായിട്ട് പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നു, അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് എയർ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ. ഇനി ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് എയർ റെഫ്രിജറേഷൻ വരുന്ന സമയത്ത് കോൾഡ് എയർ ഈസ് സർക്കുലേറ്റഡ് ത്രൂ കോയിൽസ് ഓഫ് ഓർ പൈപ്സ് ഇൻ പ്ലേസ്ഡ് ഇൻ ദ കോൾഡ് ചേംബർ. അപ്പോൾ കോൾഡ് ചേംബറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കോയിലിലൂടെയോ പൈപ്പിലൂടെയോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കോൾഡ് എയർ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് സിസ്റ്റത്തിൽ? ഓപ്പൺ സിസ്റ്റത്തിൽ എന്ന് മനസ്സിലാക്കാം. So there will be an indirect contact between cold air and the products. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കണ്ടീഷൻ്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൊഡക്ട്സ് നമ്മളിവിടെ വെൽ പാക്ക്ഡായിട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റായിട്ട് എയർ വന്ന് കയറുന്നില്ല. എന്താ ചെയ്യുന്നത്? പകരം ഇതിനകത്ത് കൂടെ കോയിൽ വഴിയോ അല്ലെങ്കിൽ പൈപ്പ് വഴിയോ ജസ്റ്റ് റെഫ്രിജറൻറ്റിനെ പാസ് ചെയ്യിച്ചു വിടുന്നു, അല്ലെങ്കിൽ കോൾഡ് എയറിനെ പാസ് ചെയ്യിച്ചു വിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ എയർ ജസ്റ്റ് ഇൻ ആൻഡ് എയർ ഔട്ട്, കോൾഡ് എയർ വന്നു പോകുന്ന സമയത്ത് ഈ കണ്ടീഷൻ്റെ സ്പേസിലിരിക്കുന്ന ഒബ്ജക്ട്സുമായി എന്തില്ല?
ഈ കോൾഡ് എയറിന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രീസിങ് പ്രോബ്ലമോ അത്തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ എഴുതേണ്ടുന്ന ഒരു പോയിന്റ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ലേ, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ കോൾഡ് എയർ ആൻഡ് ദ പ്രൊഡക്ട്സ്. അപ്പോൾ കോൾഡ് എയറും പ്രൊഡക്റ്റും തമ്മിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, മോയ്സ്ചർ ഫ്രീസിങ് പ്രോബ്ലം വിൽ നോട്ട് അറൈസ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ബ്ലോക്കിംഗ് ആൻഡ് ചോക്കിംഗ് ഓഫ് പൈപ്പിംഗ് ആൻഡ് വാൾവ്സ് ഓഫ് കംപ്രസർ ആർ നോട്ട് ഹാപ്പൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരാത്തത് കൊണ്ടും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ റെഫ്രിജറേഷൻ്റെ ബേസിക്സ് നോക്കുന്ന സമയത്ത് ഈ COP എന്താണ്, അതിൻ്റെ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്താണ്, അതുപോലെ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ എന്താണ്, എയർ റെഫ്രിജറേഷൻ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് സൈക്കിൾസ്, എയർ റെഫ്രിജറേഷൻ സൈക്കിൾസിനെ കുറിച്ച്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചെടുക്കുന്ന സൈക്കിളാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്, എക്സ്പ്ലെയിൻ ദ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വിത്ത് ഹെൽപ്പ് ഓഫ് PVTS ഡയഗ്രാം. അപ്പോൾ ഈ ഒരു സൈക്കിൾ പഠിക്കുന്നതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും കംപ്ലീറ്റ് കാണാപ്പാഠം പഠിക്കല്ല വേണ്ടത്, മറിച്ച് ഈ ഒരു ഫിഗറാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു 2 ഫിഗർ, PV ഡയഗ്രാം, TS ഡയഗ്രാം. അപ്പോൾ ഈ PVTS ഡയഗ്രാംസ് പഠിക്കുന്ന സമയത്ത്, PVTS ഡയഗ്രാംസ് പഠിക്കുമ്പോൾ എന്താണ്, PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഡയഗ്രാമാണ് അല്ലേ. പ്രഷർ വോളിയം ഡയഗ്രാമാണ് PV ഡയഗ്രാം. അപ്പോൾ ഈ PV ഡയഗ്രാം പഠിക്കുന്ന സമയത്ത് പ്രഷർ വോളിയം ഡയഗ്രത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇതിൻ്റെ കർവ് അല്ലേ. ഇത് പ്രോസസ്സാണ്. 1 to ഇവിടെ ഒരു 1 to 2 ഒരു പ്രോസസ്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ 2 to 3 ഒരു പ്രോസസ്സാണ്, 3 to 4 അടുത്ത പ്രോസസ്സാണ്, 4 to 1 അടുത്ത പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ TS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1 to 2 ഒരു പ്രോസസ്സാണ്, 2 to 3 അടുത്തതാണ്, 3 to 4 ആണ്, 4 to 1 ആണ്. അപ്പോൾ ഞാൻ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഡറിലാണ്, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിള് എന്നുള്ള എന്താണ് ആക്ച്വലി, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്നുള്ള സൈക്കിള് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു കമ്പാരിസന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇതൊരിക്കലും ഒരു വർക്കിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിൾ അല്ല എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൻ ഐഡിയൽ റെഫ്രിജറേറ്റർ ഈസ് അസ്യൂംഡ് ടു വർക്ക് ഓൺ ദിസ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ ഒരു ഐഡിയൽ റെഫ്രിജറേറ്റർ ആണ് അല്ലേ, ഇതൊരു ഇമാജിനറി സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റെഫ്രിജറേഷൻ സിസ്റ്റം, അപ്പോൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ദ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ ദിസ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വിൽ ഹാവ് മാക്സിമം പോസിബിൾ COP. അപ്പോൾ മാക്സിമം COP ലഭിക്കുന്ന രീതിയിൽ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡിവൈസും 100% എഫിഷ്യൻ്റ് അല്ല, പക്ഷേ ഈ ഒരു സിസ്റ്റം പ്രകാരം വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, മാക്സിമം COP അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇമാജിനറി, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ കമ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, എയർ ആണ്. എയർ ഈസ് യൂസ്ഡ് ആസ് ദ വർക്കിംഗ് മീഡിയം ഇൻ ദിസ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു സൈക്കിളിനകത്ത് നമ്മൾ എയർ ആണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് നെയിമിങ് ചെയ്ത് നോക്കാം. ഈ പ്രോസസ്സ് 1 to 2 എടുത്തു കഴിഞ്ഞാൽ PV ഡയഗ്രം പ്രകാരമാണെങ്കിൽ ഇവിടെ പ്രോസസ്സും TS ഡയഗ്രാം ആണെങ്കിൽ ഇവിടെ പ്രോസസ്സും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ TS ഡയഗ്രത്തിൽ നോക്കിയാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എൻട്രോപ്പി കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. 1 to 2 എന്നുള്ളത് കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിനെ നമ്മൾ
ഐസെൻട്രോപ്പിക് എന്നുള്ളൊരു ടേം, ഐസെൻട്രോപ്പിക് എന്നുള്ളത്. പിന്നെ പി വി ഡയഗ്രാം നോക്കുന്ന സമയത്ത് വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഐസെൻട്രോപ്പിക് എന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നത് എങ്കിൽ ഇവിടെ വന്നിട്ട് എന്താണ്, കംപ്രഷൻ പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 1 to 2ന്റെ പേര് നമ്മൾ ആ പ്രോസസ്സ് 1 to 2ന് പേര് കൊടുത്തു ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 to 3 ആണ് സെക്കൻഡ് പ്രോസസ്സ്. 2 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എസ് ഡയഗ്രം പ്രകാരമാണെങ്കിൽ ഇവിടെയാണ് 2 to 3, അതേപോലെ പി വി ഡയഗ്രം ആണെങ്കിൽ ഇവിടെയാണ് 2 to 3. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണ്, ഇതിൽ 2 to 3ൽ വരുന്നത് ടെമ്പറേച്ചർ ആണ് ഇവിടെ കോൺസ്റ്റന്റ്. അപ്പോൾ ഐസോ തെർമൽ എന്ന ടേം നമുക്ക് യൂസ് ചെയ്യാം, ഐസോ തെർമൽ. ഈ ഐസോ തെർമൽ ദെൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരിക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ കംപ്രഷൻ. അപ്പോൾ ഐസോ തെർമൽ കംപ്രഷൻ. അപ്പോൾ ആദ്യത്തത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണെങ്കിൽ അടുത്തത് ഐസോ തെർമൽ കംപ്രഷൻ ആണ് നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്രോസസ് 3 to 4 ആണെങ്കിൽ, തേർഡ് പ്രോസസ്സ് 3 to 4 ആണെങ്കിൽ എന്താ നടന്നത്, പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. മാത്രമല്ല ഈ എൻട്രോപ്പി എന്താണ്, കോൺസ്റ്റന്റ് ആണേനും അല്ലെ. ഇവിടെ പ്രഷർ ഡിക്രീസ് ചെയ്തു, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. ദെൻ 4 to 1 ആണ് പ്രോസസ്സ് എങ്കിൽ എന്താണ് 4 to 1, എൻട്രോപ്പിക്ക് പകരം ഇവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്, അതേപോലെ തന്നെ ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ് 4 to 1 പ്രോസസ്സ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിനെ നെയിമിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സിൻ്റെയും പേര് എഴുതുക, അതോടൊപ്പം തന്നെ ഇതിൽ എന്തെല്ലാം പ്രോപ്പർട്ടി, ഇപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നത്, ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ആയത് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ തന്നെ മതി. അപ്പോൾ 4 പ്രോസസ്സുകളാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഐസെൻട്രോപ്പിക് കംപ്രഷന്, ഐസോ തെർമൽ കംപ്രഷന്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഐസോ തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടേമിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ കണ്ടീഷൻസ് കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ അടുത്ത ഇനിയിപ്പോൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സൈക്കിളാണ് ബെൽ കോൾമാൻ സൈക്കിൾ. അപ്പോൾ ആ ബെൽ കോൾമാൻ സൈക്കിളും നിങ്ങൾ ഈ ഒരു മാനറിൽ പഠിച്ചു കഴിഞ്ഞാൽ, ആ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് VCR സൈക്കിൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ VCR സിസ്റ്റം, അപ്പോൾ ആ VCR സിസ്റ്റം വർക്ക് ചെയ്യുന്നത് VCR സൈക്കിളിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് VCR എന്ന് പറഞ്ഞാൽ എന്താണ്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ ആണ്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ. അപ്പോൾ ഈ കംപ്രഷൻ റെഫ്രിജറേഷൻ VCR വരുന്ന സമയത്ത് അതിനകത്ത് ഒരു കംപ്രസർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസിലൊക്കെ മെജോറിറ്റി ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, VCR സിസ്റ്റം പ്രകാരമാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ഫ്ലോ ഡയഗ്രാം. അപ്പോൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ളത് എന്താണ് ഒരു ഫ്ലോ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ കമ്പണൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് കംപ്രസർ വരുന്നുണ്ട്, കണ്ടൻസർ വരുന്നുണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് വരുന്നുണ്ട്, ഇവാപ്പറേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ നാല് കോമ്പണൻസ് ആണ് പ്രധാനമായിട്ടും നമ്മളൊരു VCR സിസ്റ്റത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ കോമ്പണൻസ് എന്നൊക്കെ പറയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്, നമുക്ക് ഇവാപ്പറേറ്റർ സൈഡാണ് നമ്മുടെ ഫ്രീസർ സൈഡ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് അല്ലെ സൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇവാപ്പറേറ്ററിലേക്ക് കിട്ടുന്ന ഹോട്ട് എയറിനെ അത് അബ്സോർബ് ചെയ്യുകയും ആ റെഫ്രിജറൻറ്റ് ഒരു ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറി അത് കംപ്രസറിനകത്തേക്ക് പോകുന്നു അല്ലേ. അവിടെ വെച്ച് ഈ ഹോട്ട് എയർ എന്താവുകയാണ്, കംപ്രസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അപ്പോൾ ഹോട്ട് എയർ അല്ല കംപ്രസ് ചെയ്യുന്നത്, റെഫ്രിജറൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഹോട്ട് എയറിനെ ഇൻടേക്ക് ചെയ്തിട്ട് ആ റെഫ്രിജറൻ്റ് ആണ് ഇവാപ്പറേറ്റ് ചെയ്ത് ഇവിടെ പോകുന്നത്, കംപ്രസറിൽ എത്തുന്നത്. ഈ കംപ്രസറിൽ എത്തുന്ന സമയത്ത് അതിനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ
പ്രഷറും ടെമ്പറേച്ചറും കൂടിയ ഒരു റെഫ്രിജറൻ്റ് ആണ് ഇവിടെ എത്തുന്നത്, കണ്ടൻസറിൽ എത്തുന്നത്. കണ്ടൻസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് നടക്കുന്നു. ഇപ്പോൾ ഹീറ്റ് അബ്സോർപ്ഷൻ നടന്നത് ഇവാപ്പറേറ്ററിലാണെങ്കിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് കംപ്രസറിലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഗ്യാഷ്യസ് ഫോമിലേക്കാണ് നമ്മൾ റെഫ്രിജറൻ്റ് പോയതെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് എവിടെ വെച്ചിട്ടാണ്, കണ്ടൻസറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി ആ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് എവിടത്തേക്ക് പോകുന്നത്, എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പോകുന്നത്. ഈ എക്സ്പാൻഷൻ ഡിവൈസിൽ എത്തുന്ന സമയത്തും എന്താണ്, അപ്പോൾ ഹൈ പ്രഷറിലായിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ്, ലിക്വിഡ് ആയിട്ടുള്ള ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻ്റ് ആണ് ഇവിടെ എത്തുന്നത്. പക്ഷേ എക്സ്പാൻഷൻ ഡിവൈസിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രഷർ റിഡ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുകയും ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇവാപ്പറേറ്ററിലേക്ക് വരുന്നത്. അതാണ് നമുക്ക് കോൾഡ് എയർ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അതിൻ്റെ വർക്കിംഗ് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടേതായിട്ടുള്ള ടേംസിലേക്ക് എഴുതിയാലും മതി, പക്ഷേ നമ്മളുടെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെ വെച്ചിട്ടാണ് ഇത് ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, ഗ്യാസ് ലിക്വിഡ് ആവുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതേപോലെ എവിടെ വെച്ചിട്ടാണ് പ്രഷർ കൂടുന്നത് കുറയുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും, ഇപ്പോൾ കംപ്രസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാർട്ട് ഓഫ് ദ സിസ്റ്റം, ഇറ്റ് ഈസ് മോട്ടോർ ഡ്രിവൺ. അപ്പോൾ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ VCR സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്, കംപ്രസറാണ്. ഇതൊരു മോട്ടോർ വെച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ദെൻ കണ്ടൻസർ, എന്താണ് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ കണ്ടൻസറിൽ വെച്ചിട്ടാണ് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് അല്ലെ കണ്ടൻസ്ഡ് ഇൻ ടു ലിക്വിഡ് ഫോം, ആ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയും ഫംഗ്ഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ അതിൻ്റെ വർക്കിംഗ് പക്ക ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ VCR കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പാർട്ട് കൂടെ VAR അഥവാ വാപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ VCR പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം VAR പഠിക്കാനും നല്ല എളുപ്പമാണ്. കാരണം VCR എന്നുള്ള സിസ്റ്റത്തിൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ ആണ്. അപ്പോൾ ഒരു കംപ്രസർ എന്നുള്ള യൂണിറ്റ് ആണുള്ളത് എങ്കിൽ നിലവിലെ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ എന്താണ്, ബാക്കി എല്ലാ സിസ്റ്റവും അതേപോലെ തന്നെയാണ്. പക്ഷേ കംപ്രസറിന് പകരം ഒരു അബ്സോർപ്ഷൻ യൂണിറ്റ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു യൂണിറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫിഗർ വരയ്ക്കാനും ബാക്കി ലേഔട്ട് ക്ലിയർ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് VCR പഠിക്കുന്നത് പോലെ തന്നെ VAR കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ VCR സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് എലമെൻറ്റ്സ് കൂടെ ഉണ്ട്, ഫ്ലാഷ് ചാമ്പർ, അക്യുമുലേറ്റർ തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളടുത്ത് ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി യൂസ് ഓഫ് ഫ്ലാഷ് ചാമ്പർ ആൻഡ് അക്യുമുലേറ്റർ ഇൻ VCR സിസ്റ്റം അല്ലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇതാണ് ഇപ്പോൾ എക്സ്പാൻഷൻ വാൽവ്, ഇതാണ് ഇവാപ്പറേറ്റർ എങ്കിൽ ഈ എക്സ്പാൻഷൻ വാൽവിനും ഇവാപ്പറേറ്ററിൻ്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഫ്ലാഷ് ചാമ്പർ FC എന്ന് നമ്മളെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ചാമ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റെഫ്രിജറൻ്റ് എന്താവാൻ ചാൻസ് ഉണ്ട്, ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്, ഒരു മൈന്യൂട്ട് എമൗണ്ട് എങ്കിലും പ്രാക്ടിക്കൽ സൈഡ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഫ്ലാഷ് ആയിക്കഴിഞ്ഞ അഥവാ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞ റെഫ്രിജറൻ്റ് ഒരു കാരണവശാലും ഇവിടത്തേക്ക് എത്തരുത്, ഇവാപ്പറേറ്ററിലേക്ക് എത്തരുത്. കാരണം അത് ഇവാപ്പറേറ്ററിൻ്റെ COP അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഫിഷ്യൻസിനെ അത് ബാധിക്കും. അപ്പോൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തേണ്ടത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്, നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് ഇവാപ്പറേറ്ററിലേക്ക് എത്തേണ്ടത്. പക്ഷേ ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ചിലത് എന്ത് ചെയ്യാറുണ്ട്, വാപ്പറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറാറുണ്ട്. നമ്മളതിന് ടെക്നിക്കലി ഫ്ലാഷസ് ആവുക എന്നാണ് പറയുക അല്ലേ, ഫ്ലാഷ് ആയി പോവാറുണ്ട്. അപ്പോൾ ആ ഫ്ലാഷ് ആവുന്ന സമയത്ത് ഇത്തരത്തിൽ ഫ്ലാഷസ് ഇവാപ്പറേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ
അതിൻ്റെ ടോട്ടൽ അബ്സോർപ്ഷനെയും അതിൻ്റെ ടോട്ടൽ വർക്കിംഗ് കപ്പാസിറ്റീനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്ലാഷ് ചാമ്പർ എന്നൊരു എലമെന്റ് നമ്മൾ അതിനെ ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്ത് കൊടുക്കും, ഇവാപ്പറേറ്ററിന്റെ എക്സ്പാൻഷൻ വാൽവിന്റെ ഇടയ്ക്ക്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത് നേരെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. നേരെ എവിടത്തേക്കാണ്, നേരെ കംപ്രസറിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. കാരണം ഗ്യാഷസ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ആകുമ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഇനി കംപ്രസ് ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ, അല്ലാതെ അതിനെ വീണ്ടും ഗ്യാഷസ് ഫോമിലേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാപ്പറേറ്ററിനും എക്സ്പാൻഷൻ വാൽവിനും ഇടയ്ക്ക് വെക്കുന്ന ഒരു എലമെന്റ് ആണ് ഫ്ലാഷ് ചാമ്പർ. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ ആയിട്ടുള്ള റെഫ്രിജറന്റിനെ നേരെ കംപ്രസറിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അക്യുമുലേറ്റർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ AC എന്ന് പറഞ്ഞ ഇത് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്യുമുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇവാപ്പറേറ്ററിൽ നിന്നും വരുന്ന റെഫ്രിജറന്റ് ഒരു പക്ഷേ ലിക്വിഡായിട്ട് തന്നെ ചിലപ്പോൾ പുറത്തു വരും. അപ്പോൾ ലിക്വിഡ് ഈ ഇവാപ്പറേറ്റർ കഴിഞ്ഞാൽ വാപ്പറൈസ് ചെയ്ത റെഫ്രിജറന്റ് ആണ് പുറത്തേക്ക് വരേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ ചില സമയത്ത് ലിക്വിഡായി തന്നെ പുറമേക്ക് വരാറുണ്ട്. അപ്പോൾ ലിക്വിഡായിട്ട് റിയൽ കേസിൽ പുറമേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്രസറിന്റെ ഉള്ളിലുള്ള ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ ഡാമേജ് വരുത്തും എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ലിക്വിഡ് റെഫ്രിജറന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് വാപ്പറൈസ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ എന്നുള്ള ഒരു എലമെന്റ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫ്ലാഷ് ചാമ്പറും അക്യുമുലേറ്റർ എന്താണ് എന്നുള്ളത് ഈ ഒരു ഡയഗ്രം തന്നെയാണ് അത് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത്. അപ്പോൾ ഫ്ലാഷ് ചാമ്പർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവാപ്പറേറ്ററിനും എക്സ്പാൻഷൻ വാൽവിനും ഇടയ്ക്കാണെങ്കിൽ അക്യുമുലേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവാപ്പറേറ്ററിനും കംപ്രസറിനും ഇടയ്ക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഇന്നതാണെന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഇതിന്റെ ഡയഗ്രംസും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും ചെയ്തു വെക്കേണ്ടത്. അപ്പൊ അതിൽ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഫ്ലാഷ് ചാമ്പർ റിസംബിൾസ് എ ടാങ്ക് ആൻഡ് ഫിറ്റഡ് ബിറ്റ്വീൻ ദ എക്സ്പാൻഷൻ വാൽവ് ആൻഡ് ഇവാപ്പറേറ്റർ. അപ്പൊ ഇതൊരു ടാങ്ക് ആണ്. അപ്പോൾ ഈ ടാങ്ക് എന്ത് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത് എക്സ്പാൻഷൻ വാൽവിനും ഇവാപ്പറേറ്ററിനും ഇടയ്ക്കാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇത്തരത്തിൽ ഫ്ലാഷസ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഫ്ലാഷസ് ആവുന്ന സമയത്ത് അതിനെ ബൈപ്പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നതുപോലെ തന്നെ അക്യുമുലേറ്ററിന്റെ കേസ് ആണെങ്കിലും നമ്മൾ ഫ്ലാഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, ലിക്വിഡായിട്ട് വരുന്ന റെഫ്രിജറന്റിനെ ഫ്ലാഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇത് കംപ്രസറിന്റെ കേസിൽ ഡാമേജ് ആക്കി കളയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടാതെ റെഫ്രിജറന്റിനെ കുറിച്ചും കൂടെ ഒരു ഏരിയ വരുന്നുണ്ട്. റെഫ്രിജറന്റ് പ്രോപ്പർട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആ രണ്ടാമത്തെ മൊഡ്യൂളിൽ കൃത്യമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുമ്പോഴാണ് നമ്മൾ കമ്പണൻസ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം, അല്ലെ, VCRന്റെ കമ്പണൻസിനെ കുറിച്ചും മറ്റുമൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു എലമെന്റ്, അപ്പോൾ ക്രയോജനിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ലിസ്റ്റ് ദ എലമെന്റ്സ് ഇൻ ഐസ് പ്ലാന്റ് എന്താണെന്നും അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഐസ് പ്ലാന്റിന്റെ കേസിൽ നമ്മളൊരു VCR സിസ്റ്റം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റം കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഇവാപ്പറേറ്റർ സൈഡാണ്, ഒരു ഇവാപ്പറേറ്റർ സൈഡ്. ഓക്കെ, ഇവാപ്പറേറ്റർ കഴിഞ്ഞു നേരെ കംപ്രസർ വന്നു, കംപ്രസർ കഴിഞ്ഞു കണ്ടൻസർ വന്നു, കണ്ടൻസർ കഴിഞ്ഞു നേരെ എക്സ്പാൻഷൻ ഡിവൈസും വന്നു. അപ്പോൾ ആക്ച്വലി ഇവാപ്പറേറ്റർ സൈഡിനകത്ത് ഐസ് ക്യാനും ഒരു ബ്രെയിൻ ടാങ്കും കൂളിംഗ് കോയിൽസും ഫില്ല് ചെയ്താണ് ഇതിന്റെ ഇവാപ്പറേഷൻ നടത്തുന്ന ഒരു സൈഡ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാഷ്യസ് ഫോമിലുള്ള, ഇപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, അമോണിയ, അല്ലെ, അമോണിയ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് എന്നുള്ളത് മനസ്സിലായി. ഐസ് പ്ലാന്റിനകത്ത് യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് അമോണിയ ആണ്. അപ്പൊ ആ അമോണിയ റെഫ്രിജറന്റ് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറി ഇവാപ്പറേറ്റർ സെഷന് ശേഷം നേരെ എന്ത് ചെയ്യാണ്, കംപ്രസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ കംപ്രസറിൽ വരുന്നു, കംപ്രസ് ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് സൂപ്പർ ഹീറ്റഡ് ആയി അല്ലെങ്കിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറി അത് പോകുന്നിടത്തേക്കാണ് നേരെ കണ്ടൻസറിനകത്തേക്കാണ്. ഇവിടെ വെച്ചിട്ട് കണ്ടൻസറിൽ വെച്ചിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ ലിക്വിഡ് അമോണിയ ആയി മാറുന്നു. അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തു വരുന്നതിനെ ഒരുമിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു റിസീവർ ടാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ഡ്രയർ എന്ന എലമെന്റ് കൂടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഹ്യൂമിഡിറ്റി ലെവലൊക്കെ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനെ ആ ഒരു അമോണിയ, ലിക്വിഡ് അമോണിയനെ ഡ്രൈ ഫോമിലാക്കി, അതായത് ഹ്യൂമിഡിറ്റി സംഭവങ്ങൾ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത രീതിയിൽ, അല്ലെ, മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് എക്സ്പാൻഷൻ വാൽവിലേക്ക് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ലിക്വിഡ് അമോണിയയാണ് എക്സ്പാൻഷൻ വാൽവിൽ എത്തുന്നത്. അങ്ങനെ എക്സ്പാൻഷൻ വാൽവ് വെച്ച് പ്രഷർ റെഡ്യൂസ് ചെയ്ത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് ആ ഒരു കോൾഡ് റെഫ്രിജറൻ്റ് ആണ് വീണ്ടും നമ്മുടെ ഇവാപ്പറേറ്റർ സൈഡ് ആയിട്ടുള്ള ബ്രെയിൻ ടാങ്കിലേക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് നമ്മൾ ഐസ് പ്ലാന്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ കമ്പണൻസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പണൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വർക്കിംഗ് നമുക്ക് VCR കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഇവാപ്പറേറ്ററിന് പകരം അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ ആയിക്കൊണ്ട് ആക്ട് ചെയ്യുന്ന എന്താണ്, ഒരു ബ്രെയിൻ ടാങ്ക് വൈസ് ക്യാൻസും അതേപോലെ കൂളിംഗ് കോയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ യൂണിറ്റാണ് ഇവാപ്പറേറ്റർ സൈഡായിട്ട് ഇതിനെ പരിഗണിക്കേണ്ടുന്നത്. ആ ഇവാപ്പറേറ്ററിൽ നിന്നും നേരെ കംപ്രസറിലേക്ക് വരുന്നു. കംപ്രസറിൽ വെച്ച് കംപ്രസ് ചെയ്ത ശേഷം കണ്ടൻസർ, ദെൻ അതിനെ ഡ്രോപ്ലെറ്റ്സ് ആയി വരുന്നതുകൊണ്ട് തന്നെ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസീവർ ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിസീവർ ടാങ്കിന് എന്ത് ചെയ്യുന്നു, റിസീവർ ടാങ്കിൽ നിന്നും എക്സ്പാൻഷൻ വാൽവിലേക്ക് പാസ് ചെയ്യിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഐസ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിലവിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ട് തന്നെ ഭാഗങ്ങൾ പഠിക്കണം, അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം VCR കമ്പണൻസ് എന്നുള്ളത് തന്നെയാണ്. VCR സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കമ്പണൻസ് ഏതൊക്കെയാണ്? അപ്പോൾ കംപ്രസർ വരുന്നുണ്ട്, അതേപോലെ കണ്ടൻസർ വരുന്നുണ്ട്, ദെൻ എക്സ്പാൻഷൻ വാൽവ് വരുന്നുണ്ട്, ഇവാപ്പറേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ കംപ്രസർ ആണെങ്കിൽ തന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം കണ്ടൻസർ ആണെങ്കിലും അത്തരത്തിൽ അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് അല്ലേ. അപ്പോൾ കണ്ടൻസർ ആണെങ്കിലും ശരി, ഇവാപ്പറേറ്റർ ആണെങ്കിലും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചിങ് മോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും തന്നെ അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. കംപ്രസേഴ്സിൻ്റെ കേസിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കംപ്രസറാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിനകത്ത് എന്താണ്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പഠിച്ച സമയത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് പഠിക്കുന്നുണ്ട് ഹൈഡ്രോളിക് മെഷീൻ ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ച് അല്ലേ. അപ്പോൾ പമ്പിനകത്ത് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു വലൂഡ് കേസിങ്ങോട് കൂടി വരച്ചിരിക്കുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഓർത്ത് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ കംപ്രസർ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. കാരണം ഒരു കേസിങ് വരുന്നുണ്ട് പുറമെ, ആ കേസിങ്ങിനകത്ത് ഒരു ഇമ്പല്ലർ വരുന്നുണ്ട്, അതിനകത്ത് വെയിൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണോ അതിൻ്റെ ഫിഗറിനോട് സാമ്യത ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ തന്നെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. അപ്പോൾ അവിടെ ആക്ച്വലി നടക്കുന്ന സംഭവം എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഒരു കേസിങ്ങിനനുസരിച്ച് അവിടെ കംപ്രഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് വരുന്നതിനനുസരിച്ച് ആ കേസിങ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്, കുറവാണ്. പക്ഷെ വരുന്നതിനനുസരിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ആ ഒരു കംപ്രഷൻ പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ജസ്റ്റ് കൺസ്ട്രക്ഷൻ മോഡൊന്ന് നോക്കാം. ഫിഗർ 2 നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി 2 എത്തുന്നില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും വരയ്ക്കാനുള്ളൊരു മെത്തേഡ്. പല ആൾക്കാരും ഡ്രോയിങ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈ ഒരു സെഷനിലൊക്കെ പ്രത്യേകിച്ചും ഡ്രോയിങ്സിന് മാർക്കുള്ളതാണ്. 3 മാർക്ക് വരെയൊക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് വരെയൊക്കെ ഈ ഇത്തരത്തിലുള്ള ഫിഗേഴ്സിന് കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഫിഗർ നിർബന്ധമായിട്ടും വരച്ച് തന്നെ പഠിക്കണം. അത് നീറ്റായിട്ട് വരയ്ക്കാൻ, ജസ്റ്റ് പെന്നുകൊണ്ട് വരയ്ക്കുന്നതിന് പകരം പെൻസിലും സ്കെയിലും മറ്റു ഇൻസ്ട്രുമെൻസിൻ്റെ ഹെൽപ്പോട് കൂടി നീറ്റായിട്ട് വരയ്ക്കാനുള്ളൊരു മെത്തേഡ് കൂടെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇതിൽ കൺസ്ട്രക്ഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇമ്പല്ലർ ഡ്രിവൺ ബൈ ആൻ ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറിൽ ഡ്രിവൺ ചെയ്യുന്ന ഒരു ഇമ്പല്ലറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇമ്പല്ലർ ആണെന്ന് മനസ്സിലായി. ഇമ്പല്ലർ റൊട്ടേറ്റ്സ് ഇൻ വൊലൂഡ് കേസിങ്. അപ്പോൾ ഇത്തരം കേസിങ്ങിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഇത്തരം കേസിങ്ങിന് നമ്മൾ പറയുന്ന പേര് വൊലൂഡ് കേസിങ് എന്നാണ്. അപ്പോൾ ആ വൊലൂഡ് കേസിങ്ങിൽ എന്ത് ചെയ്യാണ്, ഡൈനാമിക് എനർജി കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി. അപ്പോൾ ഈ ഒരു എനർജി കൺവേർഷനാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള കംപ്രസേഴ്സിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് നമ്മൾ സാധാരണ നമ്മൾ ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ എ സിക്കകത്തോ യൂസ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാർജ് ഇൻസ്റ്റലേഷൻസ്. അപ്പോൾ ഹെവി ഇൻസ്റ്റലേഷൻ വരുന്നിടത്താണ്, ഹയർ റേഞ്ച് കിലോ വാട്ട് വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള സെൻട്രിഫ്യൂഗൽ കംപ്രസർ യൂസ് ചെയ്യുന്നു. ഒരിക്കലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസ് അല്ല എന്ന് മനസ്സിലാക്കുക. യൂസ്ഡ് ഇൻ മോസ്റ്റ് റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് ആപ്ലിക്കേഷൻസ് റേഞ്ചിങ് ഫ്രം 50,000 ടൺ കപ്പാസിറ്റി. അപ്പോൾ 50 ടണ്ണിൻ്റെ മേലേക്ക് അല്ലേ, അത്തരത്തിലുള്ള റേഞ്ചിലേക്കാണ് നമ്മൾ എയർ കണ്ടീഷനിങ്ങിലാണെങ്കിലും റെഫ്രിജറേഷൻ പ്ലാന്റുകളിലാണെങ്കിലും ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ചെറിയ ടണ്ണേജ് വരുന്നിടത്തൊന്നും എന്ത് യൂസ് ചെയ്യാറില്ല, നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ യൂസ് ചെയ്യാറില്ല. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ഹാൻഡിൽ വെരി ലാർജ് വോളിയം ഓഫ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ഒരു ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദേ ആർ ഹൈ സ്പീഡ് മെഷീൻ, വെൽ ബാലൻസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം വൈബ്രേഷൻ. അപ്പോൾ അത്രത്തോളം ബൾക്കായിട്ടുള്ളൊരു എമൗണ്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും തന്നെ അതിന് വേറെ വൈബ്രേഷനോ അതേപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ല. ഹൈ സ്പീഡിൽ മെഷീൻസിൽ യൂസ് ചെയ്യുന്ന അതേപോലെ ബാലൻസ്ഡ് കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇറ്റ് മേ ബിൽറ്റ് ഇൻ ഹെർമെറ്റിക്കലി സീൽഡ് ഡിസൈൻ ഓൾസോ. ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സിംഗിൾ കണ്ടീഷൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ സീൽഡ് ആയിട്ട് അല്ലേ, കൺസീൽ ചെയ്തുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയും, വേറെ ലീക്ക് പ്രൂഫ് ആക്കിക്കൊണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ജോയിൻറ്റ്സ് എന്ത് ചെയ്യാതെ നമ്മൾ അസംബിൾ ചെയ്യുന്ന മെത്തേഡിലല്ല ഇത്, ഹെർമെറ്റിക്കലി സീൽഡ് ആയിട്ടാണ് അല്ലെ, ഒറ്റ പാക്കിംഗ് പോലെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഈ പറഞ്ഞത് എങ്കിലും കമ്പോണൻസ് ആയിട്ടുള്ള ഇപ്പോൾ കംപ്രസറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, കണ്ടൻസറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, എക്സ്പാൻഷൻ വാൽവിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ കംപ്രസർ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മൾ പറഞ്ഞത് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഇനി കണ്ടൻസർ അതേപോലെ ഇവാപ്പറേറ്ററൊക്കെ പറഞ്ഞ സമയത്ത് ഷെൽ ആൻഡ് ട്യൂബ് അല്ലെങ്കിൽ ഷെൽ ആൻഡ് കോയിൽ എന്നൊക്കെ പറഞ്ഞുള്ള ടൈപ്സ്, കാരണം ഹീറ്റ് എക്സ്ചേഞ്ചിങ് സംഭവങ്ങളാണത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഷെൽ ആൻഡ് ട്യൂബോ ഷെൽ ആൻഡ് കോയിലോ ഡബിൾ ട്യൂബ് വരുന്ന ടൈപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഫിഗേഴ്സ് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ഇനി എക്സ്പാൻഷൻ വാൽവിലേക്കൊക്കെ പോകുന്ന സമയത്ത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ VCRൻ്റെ കമ്പണൻസ് ചിത്രം വരച്ച് പഠിച്ചാൽ തന്നെ ഷുവറായിട്ട് ഒരു 10 മാർക്കിനുള്ള കണ്ടന്റ് അതിൽ നിന്ന് മാത്രം വരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഫിഗർ വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ക്രയോജനിക്സ്, ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ ടൈപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ 3ാമത്തെ മൊഡ്യൂളിൽ പഠിച്ചാൽ 4ാമത്തെ മൊഡ്യൂളിൽ നോക്കുമ്പോൾ എയർ കണ്ടീഷനിങ് ആണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലേ. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന എലമെന്റ് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് സൈക്രോമെട്രി എന്നൊരു എലമെന്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സൈക്രോമെട്രിക് ചാർട്ട്, സൈക്രോമെട്രിക് പ്രോസസ്സുകൾ, സൈക്രോമെട്രിക് ടേംസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സൈക്രോമെട്രിക് ടേംസ്. അപ്പോൾ സൈക്രോമെട്രിൻ്റെ കേസിൽ സൈക്രോമെട്രി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ടേംസ് പഠിക്കാനുണ്ട്, ടേംസ് അതേപോലെ തന്നെ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്, പ്രോസസ്സ് അതേപോലെ തന്നെ ചാർട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ചാർട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സൈക്രോമെട്രി ക്ലിയർ ആകും. സൈക്രോമെട്രി പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എയർ കണ്ടീഷനിങ്ങിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ DBT, WBT, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. DBT എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. WBT എന്ന് പറഞ്ഞതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. ഇനി DPT അഥവാ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 7 മാർക്കിൻ്റെ വരാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ 3 തന്നെ ആയിക്കൊള്ളുന്നില്ല, നമ്മളെ പ്രധാനപ്പെട്ട ഒരു 7-8 ടേംസ് അല്ലേ, 7-8 ടേംസ് പ്രധാനപ്പെട്ടത് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു സൈക്രോമെട്രിക് ടേംസ് ആയിട്ട് പഠിക്കണം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഈ പേര് കേൾക്കുന്ന ടഫ്നെസ് ആക്ച്വലി ആ ടേമിലില്ല അല്ലേ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് air recorded by an ordinary thermometer when it is not affected by moisture present in the air. നമ്മൾ നോർമലി ഒരു
ഓർഡിനറി തെർമോമീറ്റർ നമ്മളൊരു അറ്റ്മോസ്ഫിയറിക് എയറിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, മോയ്സ്ചർ പ്രസൻറ്റ് ഇല്ലാത്ത ഒരു എയറിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ തെർമോമീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചർ പ്രസൻറ്റ് ഇല്ലാത്ത, അപ്പോൾ മോയ്സ്ചർ പ്രസൻറ്റ് എഫക്റ്റ് ചെയ്യാത്ത ആ ഒരു തെർമോമീറ്റർ റീഡിംഗ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന TDB, അല്ലേ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്നുള്ളതിനെ ഷോർട്ടാക്കി അല്ലെങ്കിൽ DBT എന്നുള്ള രീതിയിലും നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ. അപ്പോൾ ഒരു തെർമോമീറ്റർ വെച്ച് എയറിൻ്റെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നു. എങ്ങനെ? വെൻ ഇറ്റ്സ് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത്. ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട്, ഇപ്പം നമ്മളൊരു തെർമോമീറ്റർ എടുത്തു. ഇപ്പോൾ നമ്മളൊരു തെർമോമീറ്റർ എടുത്ത സമയത്ത് അതിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ ഒരു തെർമോമീറ്റർ എങ്കിൽ അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ബൾബ് പോർഷനായിട്ട് വരുന്ന താഴെ കാണിക്കുന്ന മെർക്കുറി സംഭവങ്ങളൊക്കെ കാണുന്ന ആ ഒരു പോർഷനാണ്. അതിനെ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ റീഡിങ് എടുക്കുന്നത് എങ്കിൽ അതിൽ വരുന്ന റീഡിങ് എന്താണ്? വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. നേരെ മറിച്ച് ഒരു മോയ്സ്ചർ പ്രസൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള ക്ലോത്ത് ഒന്നും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് ആണെങ്കിലും ഡ്രൈ ബൾബ് ആണെങ്കിലും. വെറ്റ് ബൾബ് ആകുമ്പോൾ കണ്ടീഷൻ എന്താണ്? ഒരു വെറ്റ് ക്ലോത്ത് വെച്ചുകൊണ്ട് നമ്മളതിന് എക്സ്പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കുന്നതിനാണ് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അല്ലെ, നനഞ്ഞ തുണി കൊണ്ട് പൊത്തി പിടിച്ചെടുത്താൽ അത് നനഞ്ഞ ടെമ്പറേച്ചറിലേ കാണിക്കുള്ളൂ. അതന്നെ കൺസെപ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തുടങ്ങിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ദെൻ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷനുമായി ബന്ധപ്പെട്ടാന്ന് മനസ്സിലാക്കാം. ഡ്യൂ പോയിന്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ തെർമോമീറ്റർ വെൻ ദ മോയ്സ്ചർ എന്ന് പറഞ്ഞതാണ് ആ വാട്ടർ വേപ്പർ, അല്ലെ, മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ഇറ്റ് ബിഗിൻസ് ടു കണ്ടൻസ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് അതിൽ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, കണ്ടൻസേഷൻ നടക്കുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ കണ്ടൻസ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റാണ്. അപ്പോൾ വാട്ടർ വേപ്പറായിട്ട് നിൽക്കുന്ന സംഭവം കണ്ടൻസ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന ആ ബിഗിനിങ് ടേം, ആ ഒരു ടെമ്പറേച്ചറാണ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ടേംസ് അല്ലാതും ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ മോഡ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഏത് ചോദിച്ചു കഴിഞ്ഞാലും ടേംസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ള സ്കെച്ച് ദ ഫോളോയിങ് സൈക്രോമെട്രിക് പ്രോസസ് ആണ് ടിപ്പിക്കൽ സിമ്പിൾ സൈക്രോമെട്രിക് ചാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം അറിയണം, അല്ലേ. ഇപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, കൂളിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം എന്ത് ചെയ്യുന്നുണ്ട്, സൈക്രോമെട്രിക് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് അഡിയബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷൻ, ദെൻ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ബൈ വാട്ടർ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള എന്ത് വരുന്നുണ്ട്, സൈക്രോമെട്രിക് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകളുടെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സെൻസിബിൾ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ, ഡിക്രീസ് ദ ടെമ്പറേച്ചർ എന്നുള്ളതാണ് കൂളിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പർപ്പസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൂളിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ സംഭവം വിത്തൗട്ട് ചേഞ്ചിങ് ഹ്യൂമിഡിറ്റിയാണ്. അതായത് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട്, ആ ഷേപ്പ് നമുക്ക് അറിയാമല്ലോ, അല്ലേ, ഷേപ്പ് അറിയാം. ഇത്തരത്തിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഷേപ്പാണ് സൈക്രോമെട്രിക് ചാർട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി റേഷ്യോ കാണിച്ചിരിക്കുന്നത് എവിടെയാണ്, റൈറ്റ് സൈഡിലാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ.
ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത് എവിടെയാണ്, അതിൻ്റെ ബോട്ടം, അതിൻ്റെ ആക്കി നമ്മൾ എടുക്കുന്നതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ സെൻസിബിൾ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മളൊരു എയർ കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് 2 പാരാമീറ്റേഴ്സിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ഒന്നാമത് അതിൻ്റെ ഹ്യൂമിഡിറ്റി, അതോടൊപ്പം തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത് എയർ കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സെൻസിബിൾ കൂളിംഗ് ആകുമ്പോൾ എന്താണ്, കൂളിംഗ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു വിത്തൗട്ട് ചേഞ്ചിങ് മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി റേഷ്യോയിൽ ചേഞ്ച് വരാതെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻസിബിൾ കൂളിംഗ്. അപ്പോൾ ഇനി ഹീറ്റിംഗ് ആണെങ്കിലോ, സെൻസിബിൾ ഹീറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് എന്താ ഉണ്ടായിരിക്കുക, സെൻസിബിൾ ഹീറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വിത്തൗട്ട് ചേഞ്ചിങ് ഹ്യൂമിഡിറ്റി റേഷ്യോ ദ ടെമ്പറേച്ചർ വിൽ ബി ഇൻക്രീസ്ഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ഹ്യൂമിഡിറ്റി റേഷ്യോ മാറ്റം വരുത്താതെ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്ന പ്രോസസ്സിനെ ഹീറ്റിംഗ് എന്നും സെൻസിബിൾ ഹീറ്റിംഗ് എന്നും, ടെമ്പറേച്ചർ കുറയ്ക്കുന്ന, അപ്പോൾ ഹ്യൂമിഡിറ്റി റേഷ്യോ മാറ്റം വരാതെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനെ സെൻസിബിൾ കൂളിംഗ് എന്നും പറയുന്നു എന്നുള്ളതാണ്. ഇനി ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താതെ തന്നെ നമ്മൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി റേഷ്യോ കൂട്ടി കൊടുക്കുന്നതാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താതെ ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നിനും ഈ ചാർട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, വരച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ ഒരു ബേസിക് ഫിഗർ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ DBT താഴുണ്ട്, W അഥവാ ഹ്യൂമിഡിറ്റി റേഷ്യോ റൈറ്റ് സൈഡിലുണ്ട്. ദെൻ വെറ്റ് ബൾബ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് താഴെ തന്നതെന്നുള്ള മനസ്സിലാക്കുക, ഹ്യൂമിഡിറ്റി റേഷ്യോ റൈറ്റ് സൈഡിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് രണ്ടിനും കമ്പയർ ചെയ്തുകൊണ്ട് ഇത്തരം പ്രോസസ്സുകൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ സൈക്രോമെട്രിക് പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിലും ചോദ്യങ്ങൾ വരാറുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ തിയററ്റിക്കലി അടുത്തൊരു പോർഷൻ വരുന്നതാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർ കണ്ടീഷനിങ് യൂണിറ്ററി ആണോ സെൻട്രലൈസ്ഡ് ആണോ തരത്തിലുള്ള എയർ കണ്ടീഷനിങ് മെത്തേഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ സീസണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം തുടങ്ങിയുള്ളതൊക്കെ. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ആ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കൂടി പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ എന്താണ് ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ സമ്മറിലും വിൻ്ററിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ് ഇയർ റൗണ്ട്. സമ്മറിൽ മാത്രമാണെങ്കിൽ നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ് ആണ്, വിൻ്ററിൽ മാത്രമാണെങ്കിൽ വിൻ്റർ എയർ കണ്ടീഷനിങ് ആണ്. നേരെ മറിച്ച് നമ്മൾ ടോട്ടലി ഇയർ റൗണ്ട് അല്ലേ, ഇയർ റൗണ്ട് എന്നുള്ള ആ പേര് വന്ന് തന്നെ സമ്മറിലും വിൻ്ററിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു അറ്റ്മോസ്ഫറിക് എയർ ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ മോയ്സ്ചർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂളിംഗ് കോയിലിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്മർ കണ്ടീഷൻ ആണെങ്കിൽ അത് കൂളിംഗ് കോയിലിലൂടെ പാസ് ചെയ്ത് പോയി എന്ത് ചെയ്യുന്നു, ഹ്യൂമിഡിഫിക്കേഷനൊക്കെ നടത്തി നേരെ എന്ത് ചെയ്യുന്നു, നേരെ കണ്ടീഷൻ്റെ സ്പേസിലേക്ക് കയറി പോകുന്നു. ഇവിടെയാണ് കണ്ടീഷൻ്റെ സ്പേസ് അല്ലേ റൂമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു. ഇനി അതല്ല ഒരു വിൻ്റർ ടൈമിംഗ് ആണ് എങ്കിൽ അപ്പോൾ അവിടത്തേക്ക് വേണ്ടുന്ന പർപ്പസ് എന്താണ്, കൂളിംഗ് ആണോ ഹീറ്റിംഗ് ആണോ എന്നതിനനുസരിച്ച്. കൂളിംഗ് ആണെങ്കിൽ കൂളിംഗ് കോയിലിനകത്ത് കൂടെ പാസ് ചെയ്യിച്ചു വിട്ടുന്നു. നമ്മുടെ ഹ്യൂമിഡിഫിക്കേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. ദെൻ ഹീറ്റിംഗ് പർപ്പസ് ആണ് വേണ്ടതെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റിങ്ങിനകത്ത് കൂടെ ഈ ഹീറ്റിംഗ് കോയിലിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നു. അത് നേരെ ഫാനിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കണ്ടീഷൻ്റെ സ്പേസിൽ പോകുന്നു. ഇത് സർക്കുലേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ഫ്രഷ് എയർ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഡാമ്പർ വഴി ഉള്ളിലേക്ക് കയറുന്നതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഏത് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് കൂളിംഗ് കോയിൽസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഏതെല്ലാം സീസൺ ആണെങ്കിലും
ഫിൽട്ടർ എന്നുള്ള എലമെന്റ് നിർബന്ധമാണ്. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഒരു എയർ വേണം നമ്മൾ ഈ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫിൽട്ടർ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം ഷുഡ് ഹാവ് എക്യുപ്മെന്റ് ഫോർ ദ ബോത്ത് സമ്മർ ആൻഡ് വിന്റർ എയർ കണ്ടീഷനിങ്. ഇത് സമ്മറിനും വിന്ററിനും ആപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. ദ ഔട്ട്സൈഡ് എയർ ഫ്ലോ ത്രൂ ദ ഡാമ്പർ. ഔട്ട്സൈഡ് എയർ വരുന്നത് ഡാമ്പറിലൂടെയാണ്. ആൻഡ് മിക്സ് അപ്പ് വിത്ത് ദ റീസർക്കുലേറ്റഡ് എയർ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ കണ്ടീഷൻഡ് സ്പേസ്. അപ്പോൾ ഇതിലൂടെ വരുന്ന എയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസിൽ വെച്ചിട്ട്. Then the mixed air passes through the filter to remove dirt, dust and other impurities. അപ്പോൾ impurities ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. സമ്മർ എയർ കണ്ടീഷനിങ് കൂളിംഗ് കോയിൽ ഓപ്പറേറ്റ്സ്. സമ്മർ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ അവിടെ വേണ്ടത് കൂളിംഗ് ആണ് അല്ലേ. അപ്പോൾ അവിടെ കൂളിംഗ് കോയിലാണ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. The humidification is obtained by operating the cooling coil at a temperature lower than the DPT. അപ്പോൾ ആ ഒരു കണ്ടൻസേഷൻ ടെമ്പറേച്ചറിലും താഴെ വരുന്ന സമയത്തായി നമ്മൾ അതിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻ വിന്റർ ദ കൂളിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഇൻ ഓപ്പറേറ്റീവ് ആൻഡ് ദ ഹീറ്റിംഗ് കോയിൽ ഈസ് ഓപ്പറേറ്റഡ് ആസ് എ ഹീറ്റ് ദ എയർ. അപ്പോൾ എയറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റിംഗ് കോയിൽ. ഇപ്പോൾ നമ്മൾ വിന്റർ സീസണിലാണെങ്കിൽ ഹീറ്റിംഗ് കോയിൽ അവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ദ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ഈസ് മെയ്ഡ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ആണ്. സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കവിടെ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സും നടത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളൊരു തിയററ്റിക്കൽ പോർഷൻ വന്നു കഴിഞ്ഞാലും അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള ടേംസിൽ എഴുതിയാൽ മതി. ഇതൊരുപാട് എന്താ പറയുക ലോ ഒന്നുള്ള അല്ല, തിയറംസ് അല്ല നമ്മളിവിടെ പഠിക്കുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓവറോൾ 4 മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇനി പ്രോബ്ലമാറ്റിക് സൈഡാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ ചെയ്യാത്തതുള്ളത്. അപ്പോൾ പ്രോബ്ലമാറ്റിക് സൈഡിൽ ചെയ്യാനും ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണെങ്കിൽ COP കാണേണ്ട മെത്തേഡാണ് പ്രധാനമായിട്ടും വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ സൈക്രോമെട്രിക് ചാർട്ട്, അതേപോലെ തന്നെ ലോഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ടും തന്നെ ഞാൻ തൽക്കാലം ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് സൈഡ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് സൈക്രോമെട്രിക് ചാർട്ട് കയ്യിലെടുക്കുക. അതിനകത്ത് ഓരോ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കിയിട്ടാണെങ്കിലും ശരി നമ്മളതിൻ്റെ പ്രോബ്ലംസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ RAC എന്ന സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു കഴിഞ്ഞാലും മാക്സിമം ഒരു 30% വരെയാണ് അതിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് സൈഡ് അല്ലെ പ്രോബ്ലംസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കി 70% മാർക്കും നമുക്ക് കിട്ടുന്നത് തിയറി ലെവലിൽ തന്നെയാണ്. അപ്പോൾ പ്രോബ്ലം ഇതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതിൻ്റെ മേലെ ഒരുപാട് മല്ലിക്കെട്ടേണ്ടതില്ല. നിങ്ങൾക്ക് 70% മാർക്ക് മിനിമം കിട്ടാൻ വേണ്ടി തിയറി കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ മതി. കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് കിട്ടിയാൽ തന്നെ ഈ ഒരു പേപ്പർ സുഖമായിട്ട് പാസ്സായി പോരാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മാക്സിമം ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.